എന്താണ് ഗൈറ എന്ന് പറഞ്ഞാൽ? ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണത്. ധാർമ്മിക രോഷം. തനിക്ക് കീഴിലുള്ള തന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ തന്റെ അടുത്ത ആളുകൾ അവർ എന്തെങ്കിലും വൃത്തികേടിലേക്ക് നീങ്ങുക, തന്റെ പെങ്ങളോ അല്ലെങ്കിൽ തന്റെ മകളോ ഏതെങ്കിലും ഒരുത്തനുമായി മോശമായ ബന്ധത്തിൽ പ്രേമത്തിലോ മറ്റോ ആണെന്ന് കണ്ടാൽ വൽഇയാദു ബില്ലാഹ്, ഒരുവൻ അവന്റെ ഫിത്രത്ത്, അവന്റെ ശുദ്ധ പ്രകൃതി, അള്ളാഹു കൊടുത്ത പ്രകൃതി നഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് രോഷമുണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ അവൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല, മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല. ഗൈറത്ത്, ധാർമ്മിക രോഷം, അത് വളരെ നല്ല കാര്യമാണ്. അറബികൾക്ക് പോലും, ജാഹിലിയത്തിലെ അറബികൾക്ക് വരെ ഉണ്ടായിരുന്നു എന്നാണ്. ജാഹിലിയത്തിലെ അറബികൾക്ക് വരെ അത്ഭുതകരമായ പല കഥകൾ അവരുടെ ഗൈറത്തിനെ കുറിച്ച് പറയപ്പെടാറുണ്ട്. അതിലൊരു കഥ ഇങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ജാഹിലിയത്തിലെ അറബികൾ ചിലരുടെ ഗൈറത്ത് എന്ന് പറഞ്ഞാൽ, അവരിലൊരാൾ അവന്റെ ഭാര്യ സഞ്ചരിക്കുന്ന കുതിര ഉണ്ടല്ലോ, ഭാര്യക്ക് സഞ്ചരിക്കാനുള്ള കുതിര ഉണ്ടെങ്കിൽ അതിനവൻ ഒരിക്കലും വിൽക്കൂല എന്നാണ്. മനസ്സിലായില്ലേ? അവന്റെ പെണ്ണുങ്ങൾ കയറിയ കുതിരാണെങ്കിൽ അവൻ അതിനെ മറ്റൊരാൾക്ക് വിൽക്കുകയില്ല, അർത്ഥളയും, വേറൊരാൾ ഇരിക്കേണ്ടതിൽ. അത്ര ഉണ്ടായിരുന്നു എന്നാണ് ഗൈറത്ത്. ഇതൊക്കെ സഹോദരങ്ങളെ, ഗൈറത്ത് അതിന്റെ എല്ലാ അംശവും നഷ്ടപ്പെട്ടു പോയ സമൂഹത്തിനോട് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ തന്നെ പറ്റുമെന്നറിയില്ല. കാരണം എങ്ങനെ തന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ പുറത്തു പോയാലും ആരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചാൽ, ആരുടെയൊക്കെ കൂടെ പോയിരുന്നാലും, ആരുടെയൊക്കെ കൂടെ യാത്ര ചെയ്താലും ഒന്നും യാതൊരു കുഴപ്പവും കാണുന്നില്ല. അതൊക്കെ പുരോഗമനത്തിന്റെ അടയാളങ്ങളായി കാണുന്ന ആണുങ്ങളെന്ന് പറയപ്പെടുന്നവരോട് ഈ ധാർമ്മിക രോഷത്തിന്റെ കഥ പറഞ്ഞാൽ അവർക്ക് എത്രയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? അല്ലാഹു ആലം. പക്ഷേ അവരിൽ ഉണ്ടായിരുന്ന, ജാഹിലിയത്തിൽ പോലും ഉണ്ടായിരുന്ന നന്മയുടെ ഒരു അംശമായിരുന്നു എന്ത്? ഈ ഗൈറത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ ഗൈറത്ത് എനിക്കാണ് ഏറ്റവും അധികം ഉള്ളത്. അതിനേക്കാൾ ഗൈറത്തുള്ളവനാണ് അള്ളാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഐ യസ്നി അബ്ദുഹു ഔ തസ്നി അമതുഹു, തന്റെ അടിമയായ ഒരുവൻ വ്യഭിചരിക്കുക അല്ലെങ്കിൽ തന്റെ അടിമയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുക എന്നതിൽ രോഷമുള്ളവനാണ് ആര്? അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം.